ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഈ സമയം കണ്ടല്ലോ, രാത്രി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറൊന്നുമല്ല, ഞാനും ചേട്ടായും കുഞ്ഞുമണിയും കൂടെ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പൊ കുഞ്ഞുമണിനെ അതേ സ്വെറ്ററും തൊപ്പിയൊക്കെ ഇട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പും കാറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ അത് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 12:30 കഴിഞ്ഞുകൊണ്ട് തന്നെ റോഡിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ വന്നു കേട്ടോ, വി പാർക്കിലേക്ക്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വി പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് ട്രീയും സ്റ്റാറും നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ. അതെ, അച്ഛന്റെ മോളുടെ സ്ഥിരം പരിപാടിയിലേക്കായിട്ടോ, നടത്തത്തിലേക്കായി. സമയത്തായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ അതേ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ, ഫുട്ബോള്. അങ്ങനെ ഒരുപാടധികം ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അച്ഛൻ ദേ ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങി. മോളാണെങ്കിലോ അത് കണ്ടിട്ട് ആ വീലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ അതിന് ശേഷം അച്ഛന്റെ മോളുടെ ഓട്ടം നടത്ത എന്തൊക്കെയാണോ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വി പാർക്കിൽ വരാൻ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ഞാനാണ് ഇവിടെ വരാന്ന് പറയുന്നത്. എന്നിട്ട് വന്നു കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ കുഞ്ഞുമണിയും അച്ഛനും കൂടാണ്. വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്ന നീന് മാത്രമേ കാണത്തുള്ളൂ കുഞ്ഞു പിള്ളേരായിട്ടുള്ളതെന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ചിന്തയൊക്കെ അങ്ങ് മാറി. ഇവിടെ കിടന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരൊക്കെ. എക്സ്പീരിയൻസ് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ സമയത്തും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം നടക്കാണ്. ഇവിടെ ചെസ് കളിക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ നോക്കിയെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ഇത് എനിക്ക് കളിക്കാനും അറിയത്തില്ല, ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങളുടെ രണ്ട് കൊച്ചു വർത്താനം പറയാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെന്നല്ലേ, കുഞ്ഞുമണി അടുത്ത് പറഞ്ഞ് ഫോട്ടോ എടുക്കാം, കുഞ്ഞുമണി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അതിനവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരി. ഫോട്ടോ എടുക്കലിനൊക്കെ ശേഷം പുള്ളിക്കാരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ആ സമയം കൂടെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇതാണ്ടോ ഓടി വരുവാണ് ഇവിടെ. ഇതാണ് സ്ഥിരം പരിപാടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ പരിപാടിയിലേക്ക് ആയിട്ടോ. അപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോഴേ ഞാൻ ചോദിച്ചു കുഞ്ഞുമണി ഉറക്കം വരുന്നു. അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അഭിനയിക്കാണ് ഇവിടെ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. നമ്മുടെ സ്ഥിര സ്പോട്ടിലേക്കായി. അതേ കുഞ്ഞുമണിക്ക് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ചേട്ടായിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ, കുറച്ച് നാണമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞുമണി ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്ഥിര സ്പോട്ടിലേക്കായിട്ട് ഒരു പപ്പായ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. നല്ല ഫുഡാണ് ഇവിടുത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസിന് ഓർഡർ പറയാൻ പോയ ചേട്ടായി അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം വരുന്നതുകൊണ്ട് ഞങ്ങളെ അറിയാം. അങ്ങനെ ചേട്ടാ അവിടെ സംസാരിക്കുന്ന നേരം ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ പപ്പായ ജ്യൂസ് എത്തി. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞുമണിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമണി ഇവിടെ ചെയ്യുന്നത് എന്താണെന്നല്ലേ, നമ്മൾ ഈ ജ്യൂസിൽ ഇടയ്ക്കിട്ട് ഇളക്കൂലോ, അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രോ ഇട്ട്. അങ്ങനെ ഒരു നീണ്ട ഇളക്കലിന് ശേഷം പിന്നെയും കുടിക്കാൻ തുടങ്ങിട്ടോ. കുഞ്ഞുമണിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞുമണിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കുടിക്കുന്നില്ല, ചെറുതായിട്ട് ഇച്ചിരി കുടിച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഷോയും. അങ്ങനെ സ്ട്രോ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞുമണിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും കുടിക്കാൻ വേണ്ടെന്ന്. അങ്ങനെ ചേട്ടായി ഞാനും കൂടെ ആയിട്ട് കുടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നല്ലേ, ശിവനെ കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പ്രാർത്ഥിക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചു കറക്ക് ഇത്രയുള്ളൂ കേട്ടോ. ചാനൽ കാണാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ ബൈ, സീ യു.